بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي جعل التقوى لباس الصالحين فتزودوا بالطاعة وقاموا على أقدامهم منتظرين الساعة. خصهم من عباده وأسمعهم لذيذ خطابه ووفقهم للمحافظة على الجمعة والجماعة. اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة على أحسن بضاعة. أحمده سبحانه وتعالى حمد أهل الزهد والقناعة، وأشهد أن لا إله إلا الله وحده لا شريك له شهادة تنجي قائلها من أهوال الساعة. وأشهد أن سيدنا ونبينا محمدا عبده ورسوله الذي ظهرت معجزاته في الحمل والرضاعة. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم أنت ربي لا إله إلا أنت خلقتني ولم أكن شيئا، ظلمت نفسي وارتكبت المعاصي وأنا مقر بذلك. إلهي إن عفوت عني فلا ينقص في ملكك شيء، وإن تعذبني فلا يزيد في سلطانك شيء. إنك تجد من تعذب غيري وأنا لا أجد من يرحمني غيرك، فارحمني يا رحيم يا رحمن برحمتك يا أرحم الراحمين. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഹിക്കമിലെ 253-ാമത്തെ നീതിസാര സംഗ്രഹമാണ് ഇന്ന് നാം ഓതുന്നത്. മഹാനവർകൾ പറയുന്നു, മം ബൂരിക ലഹു ഫീ ഉമരി അദ്റക ഫീ യസീരിൻ മിനൽ സമൻ മിൻ മിനനില്ലാഹി തആല മാ ലാ യദ്ഖുലു തഹ്ത ദവാഇരിൽ ഇബാറ വലാ തൽഹഖുൽ ഇശാറ. വളരെ ചിന്തിച്ച് ഓരോരോ മനുഷ്യനും ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് അവൻ്റെ ഓരോരോ സമയവും ഇബാദത്തിലായി, അല്ലാഹുവിൻ്റെ മുറാഖബയിലായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഹ്സാനിലായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം ചരിത്ര സത്യങ്ങളിലേക്ക്, ആയത്തുകളിലേക്ക്, ഹദീസുകളിലേക്ക് ഇശാറത്താക്കുന്ന ഒരു മഹത്തായ ഹിക്മത്താണ്. മഹാനവർകൾ പറയുന്നു, മൻ ഏതെങ്കിലും മഹാൻ, എല്ലാ മഹാനും, ബൂരിക ലഹു അവനിക്ക് ബർക്കത്ത് നൽകപ്പെട്ടു, ഫീ ഉമരിഹി അവൻ്റെ ദുനിയാവിലുള്ള കാലങ്ങളിൽ, വയസ്സിൽ ബർക്കത്ത് നൽകപ്പെട്ട മഹാൻ അദ്റക അവൻ എത്തിക്കുന്നതാണ്
ഫീ യസീരിൻ മിനസ് സമൻ, കാലത്തിൽ നിന്നും വളരെ കുറഞ്ഞ കാലത്തിൽ അവൻ എത്തിക്കും. മിൻ മിനനില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മിന്നത്തുകളിൽ നിന്ന് അവൻ എത്തിക്കും. മാ, ഒന്നിനെത്തിക്കും. ലാ യദ്ഖുലു, അത് പ്രവേശിക്കൂല. തഹ്ത ദവാഇരിൽ ഇബാറ, വാക്കുകളാകുന്ന വൃത്താന്തത്തിന്റെ പിറകെ അത് കടക്കൂല. വാക്കുകളെ കൊണ്ട് അതിനെ പറഞ്ഞു തീർക്കാൻ കഴിയൂല. വലാ തൽഹഖുൽ ഇശാറ, അതിനോട് ഇശാറത്ത് ചേരുകയുമില്ല. സ്വരീഹായ നിലക്ക് എന്തായാലും പറഞ്ഞു തീർക്കാൻ കഴിയൂല. മഹാന്മാരായ ഔലിയാക്കൾക്ക് പിന്നെ ഇശാറത്താണുള്ളത്. ആ ഇശാറത്തും അതിനോട് ചേരൂല, ഒരു നിലക്കും ഇശാറത്താക്കാൻ കഴിയൂല. അത്രയും വലിയ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള മിന്നത്തുകൾ അവനിക്ക് ലഭിക്കുന്നതാകുന്നു. വയസ്സിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം റന്ദി പറയുന്നു, അൽ ബർക്കത്തു മിനൽ ഉമുരി അൻ യുർസഖൽ അബ്ദു മിനൽ ഫിത്നതി മാ യഹ്മിലുഹു അല ഇഗ്തിനാമി ഔഖാതി വൻഹിസാദി ഫുർസതി ഇംകാനിഹി ഖശിയത ഫവാതി. വയസ്സിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ, ബർക്കത്ത് നമാൽ, വളർച്ച, ഉയർച്ച എന്നുള്ളതാണല്ലോ. എന്നാൽ വയസ്സിൽ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് പറഞ്ഞാൽ ആ ജീവിക്കുന്ന മനുഷ്യനിക്ക് ഒരു ബുദ്ധി അല്ലാഹു തആല നൽകുക. ആ ബുദ്ധി അവനിക്ക് നൽകിയിട്ട് ദുനിയാവിൽ കണക്കാക്കിയ ദിവസങ്ങളേ ഉള്ളൂ. ഇവിടെയാണ് കൃഷി ചെയ്യേണ്ട സ്ഥലം. ഇവിടുന്ന് എന്ത് കൃഷി ചെയ്തോ വിതച്ചതേ കൊയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനിക്ക് പറ്റുന്ന മണ്ണുകളും വളങ്ങളും വിത്തുകളും തിരഞ്ഞെടുത്ത് ദുനിയാവിൽ കൃഷി ചെയ്യുന്നത് പോലെ, അവൻ സാധാരണ കൃഷി ചെയ്യുന്നത് പോലെ അവൻ്റെ വയസ്സിൻ്റെ ഓരോരോ സമയങ്ങളും ഓരോരോ ഇബാദത്തുകളും, അതാണ് വിത്തുകൾ, അതെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് അതാത് സമയത്ത് അത് മുതലെടുപ്പ് നടത്താനുള്ള ബുദ്ധി നൽകപ്പെടുക, എന്നിട്ട് അതിൽ ചെലവഴിക്കുകയും ചെയ്യുക. ഇതാണ് ഉംറയിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. فيبادر إلى الأعمال القلبية والبدنية ويستفرغ في ذلك مجهودا. അവൻ കൽബിയായും ബദനിയായും അമലുകളെ ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ കഴിവിന്റെ പരമാവധി അതിന് വേണ്ടി ചെലവഴിക്കും. ബിൽകുല്ലിയ, പൂർണ്ണമായും. ഇങ്ങനെ അവന്റെ ഒരു സെക്കൻഡ് പോലും, ഒരു ശ്വാസം പോലും അവൻ അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കല്ലാതെ ചെലവഴിക്കൂല. അള്ളാഹുവിന്റെ തൃപ്തിയിൽ മാത്രം ചെലവഴിക്കും. അങ്ങനെ ചെലവഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുമ്പോൾ, അല്ലാഹു തആല തൗഫീഖ് നൽകുമ്പോൾ അവനിക്കാണ് അവന്റെ വയസ്സിൽ ബർക്കത്തുള്ളവൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് വയസ്സിൽ ബർക്കത്തുണ്ടാവുക. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലൈസത്തിൽ ബറകത്തു ഫിൽ ഉംരി ബികസറത്തി അയ്യാമി. വയസ്സിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ കാലം ജീവിക്കുക എന്നല്ല. വതൂലി അസ്മാനി, അവന്റെ കാലങ്ങൾക്കുള്ള ദീർഘ്യം കൊണ്ടിട്ടല്ല. 1000 കൊല്ലം ജീവിച്ചു, അല്ലെങ്കിൽ 110 കൊല്ലം ജീവിച്ചു എന്ന് റിക്കാർഡ് ബുക്കിൽ സ്ഥാനം കിട്ടലല്ല ഒരാളുടെ വയസ്സിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം വയസ്സ് കൂടുതൽ വേണ്ട എന്നല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ.
ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണ് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ദീർഘമായ കാലം ദുനിയാവിൽ അവനിക്ക് കിട്ടി. ഈ കാലങ്ങളെല്ലാം അവന്റെ അമലുകൾ ഇഹ്സാനുടേതായി മാറി. ഇഹ്സാനുള്ള അമൽ ദീർഘകാലം ചെയ്യാൻ തൗഫീഖ് ലഭിക്കുക എന്ന് പറയുന്നത് അവൻ ഏറ്റവും വലിയ ഉത്തമനാണ്. അയാൾ തിരിച്ചും ചോദിച്ചു, ഫഅയ്യുന്നാസി ശർർ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ലക്ഷണം കെട്ടവൻ ആരാ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. ഒരാൾക്ക് കുറേ വയസ്സ് ദീർഘമായി കിട്ടി, അവന്റെ അമലുകളെല്ലാം വടക്കെട്ട ചീത്തയായ അമലേ അവൻ ചെയ്തിട്ടുള്ളൂ. ദീർഘമായ വയസ്സ് ലഭിച്ചു, സൽക്കർമ്മങ്ങൾ തീരെ ചെയ്തില്ല. അവൻ ഏറ്റവും പരാജയപ്പെട്ടവരാണ്, ഏറ്റവും ലക്ഷണം കെട്ടവരാണ്. അപ്പൊ ദീർഘമായ കാലം ജീവിക്കുക എന്ന് പറയുന്നത്, അമലില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ബർക്കത്തുമല്ല, അതൊരു ഔദാര്യവുമല്ല, അതൊരു നിഅമത്തുമല്ല. നിഅമത്ത് എന്ന് പറഞ്ഞാൽ ദീർഘമായ കാലം ജീവിച്ചു, ആ കാലം മുഴുവനും സൽക്കർമ്മത്തിലായി ചെലവഴിച്ചു, അതൊരു ബർക്കത്ത് തന്നെയാണ്. ബിനജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കുറേ കാലം ജീവിക്കുക എന്നുള്ളത് വയസ്സിലുള്ള ബർക്കത്തല്ല. പിന്നെ വൈന്നമൽ ബർക്കത്തു ഫിൽ ഉംരി അൻ തസ്ഹബഹുൽ ഇനായ വതഹബ്ബ അലൈഹി റീഹുൽ ഹിദായ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമായ ഇനായത്ത് അവനിക്ക് ലഭിക്കുക. അല്ലാഹു തആലാന്റെ ഹിദായത്താകുന്ന കാറ്റ് അവന്റെ മേലിൽ അടിച്ചു വീശിക്കൊണ്ടേയിരിക്കുക. ഈ കുറഞ്ഞ കാലത്തിന്റെ ഉള്ളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഫയുദ്രികു ഫീ യസീരിൻ മിനസ് സമാൻ മിൻ മിനനില്ലാഹി തആല. ഈ കുറഞ്ഞ കാലം കൊണ്ട് അല്ലാഹു തആലാന്റെ മിന്നത്തുകൾ അവൻ ധാരാളം ലഭിക്കുക. മിന്നത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ധാരാളം അർത്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട അർത്ഥമാണ് മിൻ ഉലൂമിഹി വ മആരിഫിഹി വ അസ്റാരിഹി. അല്ലാഹു തആലാന്റെ ഉലൂമുകൾ ലഭിക്കുക, മഅരിഫത്തുകൾ ലഭിക്കുക, അസ്റാറുകൾ ലഭിക്കുക. അതോടുകൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും ചെയ്യാം. അവന്റെ ഓരോ സെക്കൻഡുകളും അവന്റെ അല്ലാഹുവിന്റെ തൃപ്തിയിൽ മാത്രമായി വരിക. ആരോഗ്യമുള്ള കാലത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനിക്ക് രോഗമാകുമ്പോൾ, പ്രായമാകുമ്പോൾ ചെയ്യാതിരുന്നാലും അതിനുള്ള പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും, അതുപോലെ എഴുതിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടുക. ഇങ്ങനെ അവൻ ലഭിക്കുമ്പോൾ എന്താണ് അവൻ ലഭിക്കുന്നത്? മാലാ യദ്ഖുലു തഹ്ത ദവാഇലിൽ ഇബാറ. വാക്കുകളുന്ന വൃത്തത്തിന്റെ പിന്നിൽ കടന്നതല്ലാത്ത അത്രയും വലിയ, വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അനുഗ്രഹങ്ങൾ അവനിക്ക് ലഭിക്കുക. അന്നമാ അദ്റകഹു ഔസഉ മിൻ ലീഖിൽ ഇബാറ. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഈ പ്രത്യേകമായ ഇനായത്ത് ലഭിച്ച ആളുകൾക്ക് അത് ലഭിക്കുന്ന കാര്യങ്ങൾ ഇബാറത്തിന്റെ കുടുസിനെ നിന്ന് എത്രയോ വിശാലമായതാണ്. അത് വാക്കുകളെ കൊണ്ട് ഇബാറത്തിടാൻ പറ്റൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഅദത്തു ലിഇബാദിയ സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമീഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഖുദ്സി ഹദീസാണ്. സ്വാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്ക് ഞാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ കൽബിൽ ഉദിക്കുകയോ പോലും ചെയ്യാത്ത ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അവർക്കതുണ്ട്. അങ്ങനെയുള്ളതായ സമയം മുഴുവനും ഈ നിലക്ക് ചെലവഴിക്കുന്നവൻ فقد يدرك العارف من دقائق الأسرار ما تعجز عنه عبارة اللسان كل ذلك في أقل زمان. ഒരു ആരിഫായ മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്നുള്ള ദഖീഖായ അസ്റാറുകൾ ലഭിക്കും. അതിനേക്ക് നാവ് അതിനെ തൊട്ട് പറയാൻ വളരെ പ്രയാസമായി വരും. അത് ലഭിക്കാൻ കുറേ കാലങ്ങളൊന്നും ആവശ്യമില്ല എന്ന് ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ശേഷം ആളുകൾ പ്രത്യേക പോയിന്റിലേക്ക് കടക്കുകയാണ്.
وغالب هذا يحصل من ملاقات الرجال وصحبتهم. ഈ പറയുന്ന അല്പസമയം കൊണ്ട് ധാരാളം മാരിഫത്തുകൾ, ചെയ്യുന്ന അമലുകൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ, വലിയ തൂക്കം, വലിയ കനം ലഭിക്കും. ഇത് ലഭിക്കൽ അധികവും മഹാന്മാരായ മശായിഖന്മാരോട് കൂട്ടിമുട്ടൽ കൊണ്ടും അതാണ് അധികവും ലഭിക്കൽ. അവരോടുള്ള സുഹബത്ത് കൊണ്ടുമാണ് ലഭിക്കുക. മഹാന്മാരെ മാറ്റി നിർത്തിയും കൊണ്ട് ഒരിക്കലും സമയത്തിന്റെ ബറക്കത്ത് ലഭിക്കുക എന്ന് പറയുന്നത് അധിക പേർക്കും നടക്കൂല. പിന്നെ ചക്കട്ടപ്പോൾ മൊയിൽ കിട്ടി എന്ന് പറയുന്ന മാതിരി വളരെ അല്ലാഹു തആല വളരെ അധികം ഭാഗ്യം നൽകിയതായ ചില മഹത്തുക്കൾക്ക് ലഭിച്ചേക്കാം. അതാണ് ഗാലിബു ഹാദാ യഹ്സുലു മിൻ മുലാഖാത്തിർ റിജാലി വസുഹബത്തിഹിം. فإن المدد الذي يحصل للإنسان في ساعة واحدة معهم. മഹാന്മാരായ അല്ലാഹുവിന്റെ മശായിഖന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, അവരോട് കൂടെയുള്ള സുഹബത്തിലായി അല്പസമയത്തിൽ ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്നതായ മദദുകൾ ലാ യഹ്സുലു ഫീ അസ്മിനത്തിൻ തവീലത്തിൻ മാ ഗൈരിഹിം, മറ്റുള്ളവരോട് കൂടെ ദീർഘമായ കാലത്തിൽ ലഭിച്ചില്ല എന്ന് വരും. വലോ കസുറത്ത് സ്വലാത്തുഹും വസിയാമുഹും, അവരുടെ മനുഷ്യശായിഖന്മാരോട് കൂടെ എല്ലാ ഇബാദത്തുകൾ, നിസ്കാരങ്ങൾ എത്ര കൂടിയാലും, നോമ്പുകൾ എത്ര കൂടിയാലും, മഹാന്മാരോട് കൂടെ അല്പസമയം കൂടുമ്പോൾ അത് ലഭിക്കുന്നതിന്റെ പവർ കിട്ടൂല. ഇത് ലൈസൽ ഇബ്റത്തു ബികസ്റത്തിൽ ഔറാദ് ഇന്നമൽ ഇബ്റത്തു ബികസ്റത്തിൽ ഇംദാദ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അഹ്വാലിക്കും വഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. ദക്കറഹു ഫിൽ ജാമിഅ. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. പരിഗണന കുറേ ദിക്റുകൾ ചെല്ലൽ കൊണ്ടല്ല. ഇതിനു മുമ്പ് നാം ഓതിപ്പോന്നിട്ടുണ്ട്. എത്രത്തോളം ദിക്റ് കഴിയുന്ന അത്രത്തോളം ചെയ്യുന്നോ അതിനേക്കല്ല. അത് ചെയ്യുന്നത് മഹാന്മാരെ സാന്നിധ്യത്തിലാകുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ മദദുകൾ അവിടെ ഉണ്ടാകും. ആ മദദ് ലഭിക്കുമ്പോൾ അതിനൊക്കെ കനം കൂടും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, സുബഹി മുതൽ റസൂലുള്ളാഹി തങ്ങൾ പുറത്തേക്ക് പോയി തിരിച്ചു വരുന്നത് വരേക്കും ദിക്റിലായിരുന്ന ജുവൈരിയയോട് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി പറഞ്ഞു, നീ ഇതുവരേക്കും ദിക്റിലായിരുന്നോ? അതെ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് നീ ചൊല്ലിയതിനേക്കാളും എത്രയോ പവറുള്ളതാണ്. ഹദീസിൽ തൊട്ട് മുമ്പത്തെ ഹിക്മത്തിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അതാ കസ്റത്തുൽ ഇംദാദിനിക്കാണ് എന്നല്ലാതെ കസ്റത്തുൽ ഔറാദിനിക്കല്ല പരിഗണന. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കോലത്തിലേക്കോ നിങ്ങളെ അഹ്വാലിലേക്കോ നോക്കൂല. അള്ളാഹുവിന്റെ നോട്ടം ഖുലൂബിലേക്കാണ്. മഹാന്മാരെ സാന്നിധ്യമുള്ള കൽബുകളാകുമ്പോൾ ആ ഏതെങ്കിലും വഫ്രത്തുള്ള കൽബുകൾക്കും കൂടി ആ സാന്നിധ്യമുള്ള കൽബിന്റെ മദദുകൾ ലഭിക്കും. അള്ളാഹുവിന്റെ നോട്ടം ഖുലൂബിലേക്കാണ്. വഅഅമാലിക്കും, നിങ്ങൾക്കുള്ള അമല് എത്രത്തോളം ഇഹ്സാനുള്ളതാണോ അത്രത്തോളം അതിലേക്കാണ് നോക്കുക. വെറും കൽബിലേക്ക് മാത്രമല്ല, അമലുകളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടമുണ്ട്. ആ അമലുകൾ എത്രത്തോളം ഇഹ്സാനുടേതാകുന്നോ അതിനനുസരിച്ച് അതിൻ്റെ പവർ കൂടും. നാം ചിന്തിക്കേണ്ട വല്ലാത്തൊരു വാക്കാണ് മഹാന്മാർ ഈ പറഞ്ഞത്. എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളോട് കൂടെ സുഹബത്ത് കെട്ടിയിട്ടുള്ള ഇബാദത്തുകൾ, അവരോട് കൂടെ ചെയ്യുന്ന ഇബാദത്തുകൾ, അതിനേക്ക് പവർ വല്ലാതെ കൂടുതലാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അത് നമുക്ക് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യസ്തവീ മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ലമു ദറജതൻ മിനൽ ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലൂ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്നാ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഒരേ അമൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന അമലുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൽ,
അത് മക്കം ഫത്ഹിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ആളുകൾ കുറഞ്ഞ സമയം, മക്കം ഫത്ഹിന്റെ മുമ്പ് അതാണ് അവസ്ഥ. അന്ന് നബി തങ്ങളോട് കൂടെ എത്രത്തോളം അടുക്കാൻ കഴിയുമോ അങ്ങനെ അടുത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നവർ, അങ്ങനെ ചെലവഴിക്കാൻ കഴിയുന്നവർ അന്ന് കൊടുക്കുന്നതും വാങ്ങുന്നതും നബി തങ്ങൾ തന്നെയായിരിക്കും. യുദ്ധം ചെയ്യുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ നബി തങ്ങൾ തന്നെയാണ്. അക്കാലത്ത് യുദ്ധം ചെയ്തവർ ഒരിക്കലും അതിന്റെ ശേഷം യുദ്ധം ചെയ്യുകയും ചെലവഴിക്കുകയും ചെയ്തവരോട് തുല്യമല്ല. ചിന്തിച്ചു നോക്കിയ ഒരേ ഇബാദത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. നബി തങ്ങളോട് നേരിട്ട് ഇടപെട്ടും കൊണ്ട് ചെയ്യുന്ന അമലുകൾ അതിനേക്ക് പവർ കൂടുതലാണ്. അതിനെ മറ്റുള്ളതിനോട് തുല്യപ്പെടുത്തരുത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റു മുഹദ്ദിസീങ്ങളും മുത്തഫഖ് അലൈഹിയായ ഹദീസ്, ലാ തസുബ്ബു വസുഹാബി, എന്റെ അസ്വാബുമാരെ നിങ്ങൾ ചീത്ത പറയരുത്. നബി തങ്ങളെ കണ്ടവർ ലോകത്ത് തുല്യതയില്ലാത്ത വിഭാഗം. ഷറഫ് ഫളായിലിൽ അതിന്റെ അപ്പുറം ഇനിയൊരു ഷറഫില്ല. ഏറ്റവും വലിയ ഷറഫ് എന്താ? സ്വഹാബിയാകുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകർ, അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആ പ്രവാചകന്റെ നേരിട്ടുള്ള അനുയായിയാകുക. അവരാണ് ഈ ഉമ്മത്തിൽ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി തങ്ങളെ കണ്ടവർ. നബി തങ്ങളെ കണ്ടോ, നബി തങ്ങൾ ശഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു, അല്ലെങ്കിൽ ശഹാദത്ത് കലിമ നബി തങ്ങളെ മുമ്പിൽ വെച്ച് ചൊല്ലിയവർ അവരാണല്ലോ സ്വഹാബത്ത്. അവരെ പറ്റി റസൂലുള്ളാഹി പറയുന്നത് കണ്ടോ, ഫലോ അൻ അഹദകും അൻഫക മിസ്ല ഉഖദിൻ ദഹബ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, മുത്തഫഖ് അലൈഹി. നിങ്ങളിൽപ്പെട്ട ഒരാള് ഉഹുദ് മലയുടെ അത്ര സ്വർണം ചെലവഴിച്ചാൽ, മനസ്സിലാക്കണം, ഉഹുദ് മല എന്ന് പറയുന്നത് 7-7.5 കിലോമീറ്ററോളം ദീർഘമുള്ള വളരെ ഹൈറ്റുള്ള വലിയ പർവ്വതമാണ്. അത്ര സ്വർണം ഇന്ന് ലോകത്ത് ഒരാളും കൈവശപ്പെടുത്തിയിട്ടില്ല. ഫർളൻ വതഖദീറ, ഒരാൾക്ക് ഉഹുദ് മലയുടെ അത്ര സ്വർണം ഉണ്ടായി. അത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. എന്നാൽ പോലും അത് മുഴുവനും കൂടി എന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ ചെലവഴിക്കുന്ന ഒരു മുദ്ദ്, ആ മുദ്ദിനോട് തുല്യമാവൂല. വലാ നസീഫഹോ, അതിന്റെ പകുതിയോടും, ഏകദേശം 300 ഗ്രാം ധാന്യം ചെലവഴിക്കുന്നതിനോട് തുല്യമാവൂല. നിങ്ങളും എന്റെ സ്വഹാബത്ത് ഒരു 300 ഗ്രാം, ഒരു കയ്യിൽ കൊള്ളുന്ന ഒരു പോങ്ങ എന്ന് പറയുന്ന ഒരു കയ്യിന്റെ കുമ്പിളിൽ കൊള്ളുന്ന ധാന്യം ചെലവഴിച്ചതിനോട് ഉഹുദ് മല മുഴുവനും സ്വർണമായി ചെലവഴിച്ചാൽ പോലും തുല്യമാവൂല. എന്താണ് കാര്യം? അവര് ഏറ്റവും വലിയ സയ്യിദുൽ ആരിഫീനായ, സയ്യിദുൽ അംബിയായി വൽ ഔലിയായ, അസ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുഹബത്ത് ലഭിച്ചവരാണവർ. ആ നബി തങ്ങളെ സുഹബത്ത് ലഭിച്ച ആളുകൾ ചെയ്യുന്ന ഒരു ചെറിയ സൽക്കർമ്മം, ആ ചെറിയ സൽക്കർമ്മത്തിനോട് ഒരു മനുഷ്യരാശിക്ക് മുഴുവനും ചെയ്യുള്ളത് മുഴുവനും കൂടി ഒരാൾ ചെയ്താൽ, ഒരു മനുഷ്യന്റെങ്കിൽ ലോകത്ത് മുഴുവനുമുള്ള സ്വർണം ഒരാളെടുത്ത് ഒരുമിച്ച് കൂടി, എന്നിട്ട് അവൻ അത് ചെലവഴിച്ചു. എന്നാൽ എന്റെ സ്വഹാബികൾ ചെലവഴിച്ച ഏറ്റവും ചെറിയൊരു സദഖ അതിനോട് തുല്യമാവൂല. ചിന്തിക്കേണ്ട വാക്കാണ്, മുത്തഫഖ് അലൈഹി ഹദീസാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഗാലിബു ഹാദാ യഹ്സുലു മിൻ മുലാഖാതിർ റിജാലി വസുഹബതിഹിം. മഹാന്മാരായ ആരിഫീങ്ങളോട്
ഔലിയാവിനോട് കൂട്ടിമുട്ടൽ കൊണ്ട് മാത്രമേ കുറഞ്ഞ അമലുകൾക്ക് വലിയ കൂലി ലഭിക്കുന്ന സ്ഥാനം കിട്ടുള്ളൂ. എത്ര ഹദീസുകളുണ്ട്. ഉമ്മു സിനാൻ എന്ന മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ എന്തേ എൻ്റെ കൂടെ ഹജ്ജിന് വരാതെ ഹജ്ജ് ചെയ്യാതിരുന്നത്? അവർ ഉദറ് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് ആകെ 2 ഒട്ടകമാണുള്ളത്, ഒന്നിൽ എൻ്റെ ഭർത്താവും മകനും കൂടി പോകും തങ്ങളോട് കൂടെ. എനിക്ക് പോരാൻ വാഹനമുണ്ടായില്ല, മറ്റുള്ള വാഹനം അത് ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിലുള്ളതായിരുന്നു. വിശദമായ സംഭവമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്ന ഉംറതൻ ഫീ റമളാൻ തഖ്ളി ഹജ്ജതൻ മഇ. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണത്. 1863 ഹദീസായിട്ട്. എന്നാൽ നീ റമളാനിൽ ഉംറക്ക് പോ, റമളാനിലുള്ള ഒരു ഉംറ എന്നോട് കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമായി വരും. എന്നോട് കൂടെയുള്ള ഹജ്ജ്. ലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരേക്കും അവിടെ ഹജ്ജ് നടന്നുകൊണ്ടേ ഇരിക്കും. അല്ലാഹു ആ കഅബത്തെ എന്നെന്നും ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ, ശറഫാക്കട്ടെ. എല്ലാ നുക്സാനെ തൊട്ടും എല്ലാ പിന്തിരിപ്പന്മാരെ സ്വർണ്ണത്തൊട്ടും ഹറമിനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ഹറമിൽ ഹജ്ജുകൾ ഉംറകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഹജ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വം വഹിച്ചുകൊണ്ട് ചെയ്ത ഹജ്ജ്, അതാണ് ഹജ്ജ്. ആ ഹജ്ജ് ആണ് ഏറ്റവും വലിയ ഹജ്ജ്. അതിൽ നമുക്ക് മനസ്സിലായല്ലോ, ആള് അമീർ വലുതാകുമ്പോൾ, ഹജ്ജിന് പങ്കെടുക്കുന്ന ആള് വലിയവരുണ്ടാകുമ്പോൾ ആ ഹജ്ജിന്റെ പ്രതിഫലം കൂടുതലാണ്. ഏറ്റവും വലിയ ഹജ്ജ് റസൂലുള്ളാഹിന്റെ ഹജ്ജാണ്. എന്നാൽ റമളാനിലുള്ളതായ ഒരു ഉംറ ഹജ്ജ് എന്നോട് കൂടെ ഹജ്ജിനോട് തുല്യമാകും. അവിടെയും റമളാനെ പരിഗണിച്ചു, സമയത്തെ പരിഗണിച്ചു. ഓരോന്നിനും പ്രത്യേകതകളുണ്ട്, ഓരോന്നിനും ആദരിക്കേണ്ടതുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയുള്ള ഹജ്ജ് ഏറ്റവും വലിയതാണ്. അതിന്റെ പ്രതിഫലം ലഭിക്കാൻ റമളാൻ എന്ന ആ മഹത്വം പരിഗണിച്ചാൽ ലഭിക്കും. മഹാന്മാർ എനിക്ക് ധാരാളം വിശദീകരണമുണ്ട്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മഹാന്മാരോട് കൂടെ കൂടുമ്പോൾ അതിലേക്ക് വലിയ കനം കൂടും. ബഹുമാനപ്പെട്ട ബിനാത്തായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മംബൂരിക ലഹു ഫീ ഉംരിഹി അദ്റക ഫീ യസീരിൻ മിനൽ സമാനി മിൻ മിനനില്ലാഹി തആല മാ ലാ യദ്ഖുലു തഹ്ത ദവാഇലിൽ ഇബാറ വലാ തൽഹഖുൽ ഇശാറ. ഒരു നിലക്കും ആംഗ്യം കാട്ടിയും കൊണ്ടോ ഇബാറത്താകുന്നവർ വൃത്തത്തിന്റെ ഉള്ളിൽപ്പെടുത്തിയും കൊണ്ടോ വർണ്ണിക്കപ്പെടാൻ കഴിയാത്ത, വിശദീകരിക്കപ്പെടാൻ പറ്റാത്ത അല്ലാഹുവിന്റെ മിന്നത്തുകൾ കുറഞ്ഞ കാലം കൊണ്ട് ലഭിക്കും. ഉംറയിൽ ബർക്കത്ത് വേണം. ഏതെങ്കിലും ഒരാൾക്ക് അവന്റെ ഉംറയിൽ ബർക്കത്ത് നൽകപ്പെട്ടാൽ പിന്നെ അവനിക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന മഅരിഫത്തുകൾ, അസ്റാറുകൾ, ഉലൂമുകൾ അതിനക്ക് കണക്കില്ല. അതോടുകൂടെ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾക്കും കണക്കില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ചെലവഴിക്കുന്ന ആളുകൾക്ക് 700 കൂലി അല്ലാഹു തആല നൽകും. അവിടെ അവസാനിച്ചില്ല. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു വളരെ അധികം മുളാഫത്ത് നൽകും. മറ്റൊരു ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ധാരാളം ഹദീസുകളുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, الحسنة بأشر أمثالها إلى 700 ضعف.
ഒരു ഹസനത്ത് അതിനിക്ക് 10 കൂലി, 10 ഇരട്ടി കൂലി കൊടുക്കും. ബിഅശ്രിയം സാലിഹ, ചുരുങ്ങിയത് 10. ആ 10ൽ നിന്ന് പോയാൽ 700 വരേക്കും. വേറെ പലതിലും കാണാം അല്ലാഹു യുളാഇഫു ലിമൻ യശാ ബിഗൈരി ഹിസാബ്. ഇമാം ബുഖാരിയുടെ ഹദീസാണ്. ധാരാളം വാരിക്കോരി കൊടുക്കും. അപ്പോൾ ഒരേ അമലിന് തന്നെ 10 ലഭിക്കുന്നവരുമുണ്ട്, 70 ലഭിക്കുന്നവരുമുണ്ട്, 700 ലഭിക്കുന്നതുമുണ്ട്, 7000 ലഭിക്കുന്നവരുമുണ്ട്, അതിലേറെ ലഭിക്കുന്നവരുമുണ്ട്. അവരുടെ ഉംറിനിക്ക് എത്രത്തോളം ബർക്കത്ത് നൽകപ്പെട്ടോ അതിനനുസരിച്ച് അത് കൂലി കൂടുതലായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ അല്ലാഹുവിന്റെ മിന്നത്തുകൾ തന്നെയാണ്. അതെല്ലാം മിന്നത്തുകളാണ്. ഇതിന് അടിവരയിടുന്നൊരു വാക്ക് സ്വാലിഹീങ്ങളോട് കൂടെയാകുമ്പോൾ, ഔലിയാക്കളോട് കൂടെയാകുമ്പോഴാണ് മുളാഫത്ത് ഉണ്ടാകുക. എല്ലാവർക്കും അറിയുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി തഫ്ദുലു സ്വലാത്തൽ ഫർദി ബി27 ദറജ. മുത്തഫഖ് അലൈഹി. അങ്ങനത്തെ എത്ര ഹദീസ് ഉണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നത് 27 ഇരട്ടി കൊണ്ട് കൂടുതലാണ്. എന്താ അവിടെ പ്രത്യേകത? മഹാനായ ഒരു മുത്തഖിയായ മനുഷ്യൻ ഇമാമത്ത് നിൽക്കും. ആ നാട്ടിലുള്ള സ്വാലിഹീങ്ങൾ മുഴുവനും അവിടെ ഉണ്ടാകും. ആ സ്വാലിഹീങ്ങളോട് കൂടെ മുസാഹബത്ത് ചെയ്തുകൊണ്ടുള്ള നിസ്കാരമാകുമ്പോൾ അതിലേക്ക് 27 ഇരട്ടി പല നിലക്കും കൂലികൾ വാരിതായിട്ടുണ്ട്. അപ്പൊ ഒരേ ഇബാദത്ത് തന്നെ വയസ്സിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകുന്നപ്പോൾ, വയസ്സിൽ ബർക്കത്ത് നൽകുന്നതിന്റെ ഭാഗമാണ് 5 വക്ത് നിസ്കാരം ജമാഅത്തായി നടത്താനുള്ള ഭാഗ്യം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ഇമാമ് ശരിയല്ല, നിസ്കരിക്കാൻ വരുന്നവർ ശരിയല്ല, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ് എന്ന് ഓരോരോ കുറ്റം പറഞ്ഞുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് ആ കർത്തവ്യം അവർ നിർവഹിച്ചു എന്നല്ലാതെ വലിയ വലിയ മർത്തബകൾ അവർക്ക് ലഭിക്കൂല. കാരണം അവരടുത്ത് കോളുണ്ടാവൂല, ഹസനാത്തിന്റെ കനമുള്ള ഹസനാത്ത് അവരടുത്തുണ്ടാവൂല. വളരെ ശ്രദ്ധിക്കേണ്ടവരാണ്. നമ്മുടെ ഹിക്മ കേൾക്കുന്ന ആര് തന്നെ ഉണ്ടോ എല്ലാവരും ശ്രദ്ധിക്കുക. അവരുടെ ഇബാദി റൂഹി ഉംറിലുള്ള ബർക്കത്തിന്റെ ഭാഗമാണ് ഏറ്റവും അഷ്റഫായ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല നല്ല സമയങ്ങളിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. സമയം 1 സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. നാം മുമ്പ് പറഞ്ഞു, ആരിഫീങ്ങൾ പറഞ്ഞത് കുല്ലു ലൈലത്തിൻ ലിൽ ആരിഫി ബിമൻസിലത്തി ലൈലത്തുൽ ഖദ്ർ. ആരിഫിന്റെ ഓരോരോ സമയവും ലൈലത്തുൽ ഖദ്റിന്റെ സ്ഥാനത്താവണം. പകൽ മുഴുവനും അറഫാത്തിന്റെ മാതിരിയാവണം. അവിടെ എങ്ങനെ പരിഗണിക്കുന്നു ആ നിലക്ക് മനസാന്നിധ്യത്തോടു കൂടെ കഴിയുന്നതും മഹാന്മാരെ സാന്നിധ്യത്തിൽ ധാരാളമായി അമൽ ചെയ്യുമ്പോൾ അവനിക്ക് അതിൻ്റെതായ പവറുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം അമൽ ചെയ്യാം. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ സാധാരണ ജനങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ്. നേരെ മറിച്ച് അവിടെ മറ്റൊരു വശമുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ഇബാദത്ത് ചെയ്യുന്ന മറ്റൊരു കോലം. ബഹുമാനപ്പെട്ട ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയിരുന്ന അനുഗ്രഹം, എല്ലാ ദിവസവും ഓരോരോ ഖത്മ് ഓതുക. റമദാനിൽ 2 ഖത്മ് ഓതുക. ഇത് സ്ഥിരമാണ്, എപ്പോഴെങ്കിലും ഒന്നല്ല. 55ഓളം 55ൽ താഴെ ലോകത്ത് ജീവിച്ച ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു നഫഅനാ ബിഉലൂമി. അവരുടെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ, നമ്മളുമായി അല്ലെങ്കിൽ ഇന്നുള്ള ആളുകളുമായി തുലനം ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഷാഫി ഇമാമിന്റെ 1 കൊല്ലത്തിനോട് തുല്യമായത് റമളാൻ അടക്കം കൂടുമ്പോൾ 360ഉം 30ഉം 390 ഖത്മ് ഒരു വർഷത്തിൽ ഷാഫി ഇമാം സാധാരണഗതിയിൽ ഓതിയിരുന്നെങ്കിൽ, ഒരു 70ഓ 75ഓ വയസ്സ് ജീവിച്ച ഒരാൾ അവന്റെ ജീവിതത്തിൽ അത്ര ഇബാദത്ത് ചെയ്ത് ഖുർആൻ ഖത്മ് ഓതിയിട്ടുണ്ടാവുമോ? ഓരോരുത്തരും അവരവരുടെ നഫ്സിലേക്കൊന്ന് പോയി നോക്ക്. അപ്പോൾ തിരിയും ആരാണ് മഹാബർക്കത്ത് നൽകപ്പെട്ട ടൈമുള്ളവർ. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി
10-45 കൊല്ലമാണ് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ അറിയാൻ സാധാരണഗതിയിലെടുക്കുന്ന ടൈമിൽ ഇമാം നബി വഫാത്തായി പോയി. പക്ഷേ എന്തെല്ലാം ലോകത്തിലേക്ക് കാഴ്ചവെച്ചു. അവരുടെ തസ്നീഫാത്ത് തന്നെ ഓരോരോ ദിവസത്തിനേക്കും ഓരോരോ ഖുറാസതോതിൽ എഴുതി വെച്ചു. തസ്നീഫാത്ത് മാത്രം. അതോടുകൂടെ അവരുടെ തർബിയത്തുകൾ, അവർ പഠിക്കുന്ന കാലങ്ങൾ, അവരുടെ മറ്റുള്ള ഉപദേശങ്ങൾ, ദർസുകൾ, കാര്യങ്ങൾ, നോമ്പുകൾ എല്ലാം എത്രയായിരുന്നു. ഇതിന്റെ ഒരു മൂലയിലേക്ക് എന്നുള്ള ചണ്ടിച്ചവറുകളായ നമുക്ക് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? നമുക്കങ്ങനെയുള്ള ചിന്ത പോലും കടക്കുന്നില്ല. അതാണ് കാരണം. കഴിയൂല നോക്കണമെങ്കിൽ അത് ചിന്തിച്ചു നോക്കണ്ടേ, ഒന്ന് ചെയ്ത് നോക്കണ്ടേ. സാധാരണഗതിയിൽ ഒരു ഖത്മോദാൻ സാധാരണ ടൈം എടുക്കുകയാണെങ്കിൽ ഒരു 10 മണിക്കൂർ കൊണ്ട്, 1 മണിക്കൂറിൽ 3 ജുസ് തോതിൽ ഓതുകയാണെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് ഓതാം. 10 മണിക്കൂർ നമുക്ക് ഒഴിവില്ലാത്തത് കൊണ്ടാണോ? അതിന് ശ്രമിക്കുന്നില്ല. ഖുർആൻ എടുക്കുന്നതിന്റെ മുമ്പ് തന്നെ എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഉറക്ക് വരുന്നു, ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു. നേരെ മറിച്ച് മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമറിക്കാൻ, ഓരോന്ന് നോക്കാൻ, ഓരോന്ന് കാണാൻ, കളവ് പറയാൻ, അല്ലെങ്കിൽ ജനങ്ങളുമായി വിശ്വസിക്കാൻ, സംസാരിക്കാൻ, ആരെങ്കിലും പരിഹസിക്കാൻ, രാഷ്ട്രീയം പറയാൻ ഇഷ്ടം പോലെ സമയമാണ്. രാത്രി ഉറക്കൊഴിച്ചാലും വേണ്ടില്ല, ഉറക്ക് വരൂല. എന്തുകൊണ്ട്? നമ്മുടെ ചിന്ത ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്റെ ടൈമാണല്ലോ ഈ പോകുന്നത് എന്നുള്ള ബേജാറില്ല. വളരെ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മംബൂരിക ലഹു ഫീ ഉംരിഹി അദ്റക ഫീ യസീരിൻ മിനൽ സമാനി മിൻ മിനനില്ലാഹി തആല മാ ലാ യദ്ഖുലു തഅത ദവാഇരിൽ ഇബാറ വലാ തൽഹഖുൽ ഇശാറ. എത്രയോ സംഭവങ്ങൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് ധരിക്കാനുണ്ട്. 2 നിലക്കുള്ള ഫളീലത്തുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ഇബാദത്തുകൾ, കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ധാരാളം കൂലികൾ. 2 നിലക്കും ഇതിനെ വിശദീകരിക്കാം. പ്രധാനപ്പെട്ട ദിവസങ്ങൾ റമദാൻ മാസങ്ങൾ, രാത്രിയുടെ പകുതി ആലിന്റെ ശേഷമുള്ള ഉള്ള ഇബാദത്തുകൾ, വെള്ളിയാഴ്ചകളിലുള്ള ഇബാദത്തുകൾ, അതുപോലെ ഓരോരോ സമയങ്ങൾക്കും പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഹാന്മാരെ കണ്ടുപിടിച്ച് അവരോട് കൂടെ, സ്വാലിഹീങ്ങളോട് കൂടെ, എത്രത്തോളം നമ്മളെ ഫുഖഹാവ് പറഞ്ഞു, ഇമാമീങ്ങളും കൗമുകളും സ്വാലിഹീങ്ങളായ ആളുകളാണെങ്കിൽ അവരോട് കൂടെയുള്ള ജമാഅത്ത് ചെറുതാണെങ്കിലും അതാണ് അഫ്ളല്. ആ നിലക്ക് മഹാന്മാരോട് കൂടെയുള്ള സഹവാസം കൂട്ടി ധാരാളം സൽക്കർമ്മങ്ങൾ, കുറഞ്ഞ ജീവിതമേ ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നാളെ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് കൊഴിഞ്ഞ് വീട് മരിച്ചേക്കാം. എത്രയോ ആളുകൾ കുഴഞ്ഞു വീട് മരിക്കുന്നുണ്ട്. അത് നാമായേക്കാം എന്ന ബോധത്തോടു കൂടെ സമയം വേസ്റ്റാക്കാതെ, അള്ളാഹുവിന്റെ ദിക്ർ മനസ്സിൽ നിന്ന് പോവാതെ മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.